നമസ്കാരം സുഹൃത്തുക്കളെ. വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഈ ഒരു അമേരിക്ക ഇറാൻ യുദ്ധം ഒരു കടലിന്റെ താൽക്കാലിക പിന്മാറ്റം പോലെയാണോ, അതോ ഒരു സുനാമി പോലെ ഇനി തിരിച്ചു വരുമോ? സോഷ്യൽ മീഡിയ കോലാഹലങ്ങൾ, ആരവങ്ങൾ, ഇറാൻ ജയിച്ചു എന്നൊരു കൂട്ടർ, അമേരിക്ക ജയിച്ചു എന്ന് മറ്റു കൂട്ടർ, ഇതിൻ്റെ ഇടയ്ക്ക് ആരും പറയാതെ ഒരു കൂട്ടർ ജയിക്കുന്നു. നമ്മളൊന്ന് പറയാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ് ആരുടെയാണ് യഥാർത്ഥ വിജയം, ആരാണ് തോറ്റുപോയിരിക്കുന്നത്? അതിപ്പോ നമ്മുടെ നാട്ടിലെ എല്ലാ ഈ കവലകളിലും ഒരു ബേക്കറികൾ എല്ലാ സമയങ്ങളിലും പൊന്തി വരും. ഒരു 6 മാസം കൂടുമ്പോൾ ഓരോരോ ബേക്കറി പൊന്തി വരും. വളരെ തിരക്കായിരിക്കും ബേക്കറികൾ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർ ജ്യൂസ് കുടിക്കാൻ പോകുന്നു, ബേക്കറിയിൽ പോകുന്നു, വളരെ തിരക്കാണ്. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ ഈ കടയൊക്കെ അടച്ചു പൂട്ടും. ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായി ഞാൻ പറയുകയാണ് നിങ്ങളുടെ ബിസിനസിന്റെ ബാലപാഠം എന്ന് പറയുന്നത് കടയിലെ തിരക്കല്ല പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ലാഭം നിശ്ചയിക്കുന്നത്. ശരിയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകൾ കടയിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ലാഭം നിശ്ചയിക്കുന്നത് അവർ അവിടുന്ന് എന്ത് വാങ്ങുന്നു, ഏത് പ്രോഫിറ്റ് ഉള്ള ഐറ്റം വാങ്ങുന്നു എന്ന് പോലെ ഇരിക്കും. പല ബേക്കറികളും തുടങ്ങുമ്പോൾ ആളുകൾക്ക് അറിഞ്ഞുകൂടാ, ബേക്കറി എന്നല്ല പൊതുവെ ബിസിനസ്, എന്ത് സാധനത്തിലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഫുൾ സമയം ആളുകൾ വന്നുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ലാത്ത ലേസ് ചിപ്സ് പോലെ സംഭവമുണ്ട്, ഒരു പ്രോഫിറ്റും ഇല്ല. ആ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഒരു കാര്യമില്ല, 6 മാസം കഴിയുമ്പോൾ ബിസിനസ് അടച്ചുപൂട്ടും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ കോലാഹലം വിളി, അതായത് ഞാൻ ജയിച്ചേ എന്ന് പറയുന്നതിലല്ല യഥാർത്ഥ വിജയം. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് പണം ആരുടെ പോക്കറ്റിലാണ് വരുന്നത് എന്നുള്ളതാണ്. എവിടേക്കാണ് പണം തിരിയുന്നത്? ഞാൻ വളരെ സന്തോഷവാനാണ് യുദ്ധം അവസാനിപ്പിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല. ആദ്യ കാരണം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും മാനവരാശിക്ക് ഭീഷണിയാണ് യുദ്ധം എന്ന് പറയുന്നത്. നിരായുധരായ അല്ലെങ്കിൽ നിർദ്ധരായ ആളുകൾ മരിക്കപ്പെടുന്നു. ഒരുപാട് മലയാളി സുഹൃത്തുക്കളുടെ മിഡിൽ ഈസ്റ്റിലെ ജോലി തന്നെ ഭീഷണിയെ മാറിയിരിക്കുകയാണ്. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് ആരുടെ താല്പര്യമായാലും അത് അവസാനിച്ചു. രണ്ടാമത്തെ പറയുന്നത് എൻ്റെ എല്ലാ പോർട്ട്ഫോളിയോകളും ഓഹരി നിക്ഷേപങ്ങളും തിരികെ വന്നിരിക്കുകയാണ്. കാരണം യുദ്ധത്തിന്റെ പകുതി ആയപ്പോഴേക്കും ഏകദേശം 30% താഴേക്ക് പോയ ഓഹരി നിക്ഷേപങ്ങൾ മുഴുവൻ ഈ നിമിഷം വരെ 4 മണി വരെ അവസാനിക്കുമ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം അതിന് ട്രംപിനോട് നന്ദി പറയുന്നു. എനിക്ക് നന്നായി സുഹൃത്ത് അവസാനിപ്പിച്ചത്. കാരണം ഇത് നമ്മളെപ്പോലെയുള്ളവർ കഷ്ടപ്പെട്ട് ജോലി എടുത്തുണ്ടാക്കുന്ന പണമാണ് നിക്ഷേപിക്കുന്നത്. അത് ഇങ്ങനത്തെ അവസരത്തിൽ താഴെ പോകും, വിഷമം തോന്നും. എന്താണ് ട്രംപിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയാൻ? ട്രംപിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പറയുന്ന അദ്ദേഹം ഒരു കോമാളിയാണ്, അദ്ദേഹം ഒരു നാടകക്കാരനാണ്, അദ്ദേഹം പൊങ്ങച്ചക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്നു. പക്ഷേ പണം പോകുന്നത് ആരുടെ പോക്കറ്റിലേക്കാണ്? അതായത് 6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന സൗദി രാജാവിന്റെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നു, അവിടെ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ആദ്യമായി എനിക്ക് തോന്നുന്നു ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായി വന്നൊരു രാജ്യമാണ് ഈ മിഡിൽ ഈസ്റ്റ്. അവിടെ വന്ന് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ കരാറുകളുമായി തിരിച്ചു വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ നിമിഷം സൗദി പറയാൻ പോവുകയാണ് അവരുടെ നഷ്ടങ്ങളുടെ കണക്ക്. ട്രംപ് ശരിക്കും ആരാണ്? കോമാളിയാണോ, അതോ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണോ? മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം എന്തെന്ന്. ഒരു കാര്യം വളരെ വ്യക്തമാക്കി ഞാൻ പറയാം സുഹൃത്തുക്കളെ. അതായത് അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് പോലും യുദ്ധം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്ഷിപ്പ് പോയിട്ടില്ല. ആ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ആരും പിടിച്ച് പുറത്താക്കാനും പോകുന്നില്ല. അദ്ദേഹത്തിന് ജനപ്രീതി ഉയരാൻ പോവുകയുള്ളൂ. കാരണം എന്ന് പറയുന്നത് അമേരിക്ക ഒരിക്കലും സ്വന്തം മണ്ണിൽ യുദ്ധം ചെയ്യില്ല. അതാണ് അമേരിക്കയുടെ ഈ പറഞ്ഞ USB. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ എന്തായാലും എൻ്റെ മണ്ണിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, വല്ലവരെ മണ്ണിൽ നിന്ന് യുദ്ധം ചെയ്ത് എനിക്ക് എന്താണ് വരാനുള്ളത്? അതായത് എന്തായിരുന്നു ഉദ്ദേശം എന്ന് പറയുന്നത് യുവാൻ ഡോളർ, അതായത് ഈ പറയുന്ന ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ ചൈനയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഡോളറിന് പകരക്കാരനായിട്ട് ഈ പറഞ്ഞ യുവാൻ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അമേരിക്ക ഇറങ്ങി തിരിച്ചതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത്, ഇപ്പോൾ എണ്ണയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 140 എത്തി, 96 $50-56 സംതിങ് ആയിരുന്നു. മഡൂറോനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വെനസ്വേലയിലെ എണ്ണ അതുവരെ കൈകാര്യം ചെയ്തിരുന്നത് ചൈനയായിരുന്നു. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ $56-57 പിടിച്ചുകൊണ്ടുവന്നത്. ഇന്ന് $95, $100 ഇരിക്കുന്ന എണ്ണ ഏകദേശം ഡബിൾ ഇരട്ടി. ആർക്കാണ് കൈകാര്യം ചെയ്യുന്നത്? അമേരിക്ക കാശുണ്ടാക്കി മരിക്കുകയാണ്. ഇതാണ് അമേരിക്കയല്ല, അമേരിക്കൻ കമ്പനികൾ. അതായത് സത്യം പറഞ്ഞാൽ ഇന്ന്
ഈ അതായത് രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇറാൻ. ചൈനയുമായി ബന്ധപ്പെട്ട $350 ബില്യൺ അങ്ങോട്ട് ഇങ്ങനെ കൊടുക്കൽ വാങ്ങലായിരുന്നു. ഈ എണ്ണ വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കും അങ്ങനെ. ആ ഒരവസ്ഥ യുവാൻ എന്ന് പറയുന്ന ചൈനയുടെ ആ ഒരു ഡൊമിനൻസ്, ഡോളറിനെതിരെ ആര് ഇറങ്ങി തിരിച്ചാലും അവരെ അദ്ദേഹം കുട്ടിച്ചോറാക്കും എന്നും വളരെ വ്യക്തമാക്കി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ചൈന കുറഞ്ഞ വിലയ്ക്ക് എനർജി വാങ്ങി അഡ്വാൻറ്റേജ് നേടുന്ന ആ ഒരു സമ്പ്രദായം അവസാനിപ്പിച്ചു കൊടുത്തു. ഇന്നിപ്പോ എന്ത് ചെയ്യണം? ഇറാന്റെ എണ്ണ ആര് വാങ്ങിച്ചാൽ പോലും ഇപ്പം കൂടിയ വിലയ്ക്ക് വാങ്ങിച്ചു, നീ വേണമെങ്കിൽ ഇറാന്റെ എണ്ണ കൂടിയ വിലയ്ക്ക് വാങ്ങിച്ചു. പക്ഷേ ഇന്ന് സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് എന്തുകൊണ്ട് തുറക്കാൻ സാധിക്കുന്നില്ല ഇറാൻ? ഇവിടെയാണ് അമേരിക്കയുടെ കളി എന്ന് പറയുന്നത്. കാരണം യുദ്ധത്തിൽ ജയിച്ച് തോറ്റതല്ല പറയുന്നേ, ആരാണ് പണം കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇന്ന് സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് തുറക്കണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിക്കണം. കാരണം ആ പാതയിൽ കൂടെ ഒരു ഷിപ്പ് കടന്നു പോകണമെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ഷിപ്പും കടന്നു പോകാൻ സാധിക്കില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു ഡോളറിന്റെ ഈ എണ്ണ വില 90 ആയതുകൊണ്ടൊന്നും എന്താ പറയുന്നത്, ഒരു കാരണവശാലും ഇത് മുന്നോട്ട് തന്നെ പോകും. ഒരു 100 110 ഇങ്ങനെ നിൽക്കും. പണം ഉണ്ടാക്കും അമേരിക്ക. കാരണം എന്തുകൊണ്ടാണ്? ഇൻഷുറൻസ് കമ്പനി പറയാൻ തയ്യാറ, ഞാൻ റെഡിയല്ല നിങ്ങളുടെ കപ്പലിൽ കൊടുക്കാനായിട്ട്. ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അദ്ദേഹം നിങ്ങളുടെ മുമ്പിലേക്ക് വെറും ഒരു കോമാളി കളിപ്പിക്കുക. ഞാൻ അൺപ്രഡിക്റ്റബിൾ ആണ്, ഞാൻ അൺറീസണബിൾ ആണ് എന്നുള്ള ഇമേജ് അദ്ദേഹം ഉദ്ദേശപൂർവ്വം ഉണ്ടാക്കി പല വ്യക്തിപരമായിട്ടുള്ള പല കാര്യവും നേടും. അദ്ദേഹത്തിന് മുമ്പ് 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. അമേരിക്കയുടെ ഈ പറയുന്ന ആധിപത്യം ലോകത്ത് സ്ഥാപിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നഷ്ടങ്ങളോ അല്ലെങ്കിൽ വീരവാദങ്ങളോ അല്ല, ആരുടെ കോർട്ടിലേക്കാണ് പണം പോകുന്നത് എന്ന് നിശ്ചയിക്കും. അതായത് ഈ ഞാൻ പറഞ്ഞ പോലെ, അതായത് ആൾ തിരക്കും സോഷ്യൽ മീഡിയ തിരക്കൊന്നും കണ്ടിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ആരുടെ പോക്കറ്റിലേക്ക് പണം പോകുന്നു എന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കും. അവരാണ് യഥാർത്ഥ വിജയി. ഒരുപക്ഷെ അമേരിക്കയാകാം, ഒരുപക്ഷെ ഇറാനാകാം, ഇസ്രായേലാകാം, ആരും ആയിക്കോട്ടെ. പക്ഷെ പോക്കറ്റ് ആരുടെയോ വീർപ്പിക്കുന്നുണ്ട്, അവരാണ് യഥാർത്ഥ വിജയി. നമ്മളൊക്കെ എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് കേൾക്കുക, കാണുക.